ശ്രദ്ധിച്ചില്ല. എന്തായിരുന്നു കരാർ? ബ്ലാക്ക് റോക്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് കമ്പനി, ആ കമ്പനി ജിയോയുമായി 50-50 ഷെയറിൽ ഇവിടെ ബിസിനസ് ആരംഭിച്ചു. ലോകത്തെല്ലാവരും ഭയക്കുന്ന കമ്പനിയാണ്. $10 ട്രില്യൺ ഈ ബ്ലാക്ക് റോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ആസ്തി. $10 ട്രില്യൺ. ഈ $10 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ആസ്തി $3.5 ട്രില്യൺ മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് റോക്സ് എന്ന് പറയുന്ന കമ്പനി വേണമെങ്കിൽ ഇന്ത്യയെ വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു കമ്പനിയുമായി നോൺ ബാങ്കിങ് മേഖലയിൽ കരാർ ഏർപ്പെട്ടിരിക്കുന്ന ജിയോ എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിന്റെ കമ്പനി നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ കാത്തിരിക്കുമ്പോ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പരിപാടി കേരളത്തിലെയും ഇന്ത്യയിലെയും ബാങ്കുകൾ അവരുടെ ഉത്തരവാദിത്വം മാറി ഇതുപോലെയുള്ള തേർഡ് പാർട്ടി ബിസിനസ്സുകൾ നടത്തി കമ്മീഷൻ പറ്റാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത്. ഇത് സത്യല്ലേ? ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് ഈ ഫെഡറൽ ബാങ്ക്. ആ ഫെഡറൽ ബാങ്കിന്റെ ഉത്തരവാദിത്തം, ലക്ഷ്യം അവിടെ കടമകൾ മറന്ന് ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റ് മനസ്സിലാക്കിക്കോ, അതിനെതിരായി ഈ കേരളത്തിലെ ജനങ്ങളെ ഒന്നിച്ചണിവരുത്തുന്ന രീതിയിലുള്ള സമരത്തിലേക്ക് നമ്മൾ പോരേണ്ടി വരും. ബാങ്കിംഗ് മേഖല സമരം ബാങ്കിംഗ് മേഖലയിലെ ആളുകളുടെ മാത്രം പ്രശ്നമല്ല. നമസ്കാരം. ഫെഡറൽ ബാങ്ക് ജീവനക്കാരുടെ നിരാഹാര ധർണ ആലുവയിൽ മുൻ മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലാർക്ക്, പ്യൂൺ, സ്വീപ്പർ തസ്തികൾ നിയമനം നടത്തണമെന്നും താൽക്കാലിക കരാർ, പുറം കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നും ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കരാറുകൾ മാനിക്കണമെന്നും അവകാശ പത്രിക അംഗീകരിക്കണമെന്നും തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ആലുവയിൽ ഓണത്തോടനുബന്ധിച്ച് ബാങ്കിന്റെ ആഘോഷ പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന് ജീവനക്കാർ ആലുവയിൽ നിരാഹാര ധർണയും പ്രതിഷേധ റാലിയും നടത്തി. ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിന് മുൻപിലുള്ള മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപം നടത്തിയ നിരാഹാര ധർണ മുൻ മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഫെഡറൽ ബാങ്ക് ശാഖകളിലെ ജീവനക്കാരും ദേശീയ തലത്തിൽ മറ്റു ബാങ്കുകളിലെ AIBA ഭാരവാഹികളും ഉച്ചഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് നിരാഹാര ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് സഖാവ് KS കൃഷ്ണ, ജനറൽ സെക്രട്ടറി B രാംപ്രകാശ്, INTC നേതാവ് ശ്രീ VP ജോർജ്, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വിശാൽ താക്കർ, ജനറൽ സെക്രട്ടറി AR സുജിത് രാജു, ഫെഡറൽ ബാങ്ക് ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷിമിത് PR, ഓൾ കേരള ബാങ്ക് റിട്ടയർസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K ശ്രീനിവാസൻ, ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CM ദേവസി എന്നിവരും മറ്റ് ദേശീയ സംസ്ഥാന ഭാരവാഹികളും സംസാരിച്ചു. താല്പര്യം കാണിക്കാതെ ബാങ്ക് ഇപ്പോൾ എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് കോടതികളിലേക്ക് പോയി കോടതികളിൽ ചെന്ന് ഈ വിഷയങ്ങൾ, ഇവിടെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ഡെപ്പോസിറ്റേഴ്സിന്റെ ബാങ്കിനോടുള്ള കോൺഫിഡൻസ് കുറയ്ക്കുവാനാണ്, ബോധപൂർവം ബാങ്കിനെ തളർത്തുവാൻ വേണ്ടിയാണ്, ബാങ്കിന്റെ ബിസിനസ് കുറയ്ക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കോടതികളിലേക്ക് പോകുന്നത്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് പൊതുവേദിയിൽ മൈക്കിൽ നിന്നാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ ബാങ്ക് നിലനിൽക്കണമെന്നുള്ളത് ഇവിടുത്തെ മാനേജ്മെന്റിനെ കഴിഞ്ഞും കൂടുതൽ ആഗ്രഹം ഇവിടുത്തെ ജീവനക്കാർക്കാണ്. കാരണം ഈ ബാങ്കാണ് ഞങ്ങളെ വളർത്തുന്നത്, ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ബാങ്കിനോടുള്ള കൂറ് ആർക്കാണ് എന്ന് ഇവിടെ ഏതാനും outside Kerala also, those who are mainly Malayalis, these are very near to the heart. The Onam is no other than biggest festival of Kerala. But we are compelled to keep our food. Why so? Because വിസ്മരിച്ചുകൊണ്ട്
കേവലം തങ്ങളുടെ ലക്ഷ്യങ്ങൾ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രം ലാഭകേന്ദ്രിതമായി പ്രവർത്തിക്കുന്ന സമീപനം, അതിൽ തൊഴിലാളികളെ അവഗണിച്ചു പോകാനുള്ള തത്രപ്പാട്, സാധാരണ ജനയെ വിസ്മരിച്ചുള്ള പുതിയ ബാങ്കിങ് നയങ്ങളുടെ രൂപീകരണം, ആ ഘട്ടത്തിലൊക്കെയാണ് ഫെഡറൽ ബാങ്കിലെ നമ്മുടെ സംഘടന ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപ്രേക്ഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത്. തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഫെഡറൽ ബാങ്കിംഗ് ശാഖകളിൽ, ഫെഡറൽ ബാങ്കിംഗ് ശാഖകളിൽ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്. ഏവർക്കും മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ 18 ബ്രാഞ്ചസ് ഓൾ ഓവർ എറണാകുളം.